ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി റെസിപ്പിയുമായിട്ടാണ്. ദാഹി ബ്രിഞ്ചാൽ വഴുതനങ്ങ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ദാഹി ബ്രിഞ്ചാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 വഴുതനങ്ങയും വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്തതിലേക്ക് ഏകദേശം 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വിനീഗർ, ഏകദേശം 1 ടീസ്പൂണോളം വിനീഗർ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഓരോന്നായിട്ട് ഇതിൽ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചതച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ ചെറിയ ഉള്ളി, ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇവ ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ഇതെങ്ങനെ കറിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ചൂടായ ഓയിലിലേക്ക് വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വഴുതനങ്ങയുടെ ഒരു സൈഡ് ഏകദേശം റെഡിയാണ് സമയത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം ഓയിലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുകയാണ്.
ടേസ്റ്റ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ തൈരെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളപ്പിച്ചാൽ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തൈര് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ദാഹി ബ്രിഞ്ചാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.